സയൻസ് എന്താണെന്ന് മനസ്സിലാകാത്ത പ്രശ്നമാണ് ഈ എത്തീസത്തിന്റെ ബേസിക് റൂട്ട് എന്ന് പറയുന്നത്. അല്ല എനിക്ക് പറയുന്ന ഇത് ഷാവുലിനിയുടെ മെയിൻ ആയിട്ട് 2 മിസ്റ്റേക്കാണ് സംഭവിച്ചത്. ക്വാണ്ടം ഫീൽഡ് തിയറി ശരിയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ദൈവത്തിന്റെ ഇന്ററാക്ഷൻ ഇസ് ഇമ്പോസിബിൾ. നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1+1=7 വട്ടത്തിലുള്ള ത്രികോണം. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് എന്താ, നമുക്ക് ദൈവത്തിന് ഉണ്ടാക്കാൻ പറ്റും. ഒരു പാർട്ടിക്കുലർ എക്സെപ്റ്റർ മാത്രം മതി, നമുക്ക് ദൈവത്തിന് ഉണ്ടാക്കാം. വീഡിയോയുടെ ഇൻട്രോ എടുത്തോ. അതെ, ഇത് എന്താ കുറെ കാലമായിട്ട് ഒളിവിൽ പോയ ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും പേഴ്സണൽ തിരക്കുകാരനായിരിക്കും. നമ്മുടെ പണ്ടത്തെ സുഹൃത്താണ് ഷാഹുൽ ഹമീദ് പാലക്കാട്. UAE പ്രധാന അംഗവും മുഖ്യ ഡിബേറ്ററുമായിട്ടുള്ള ഷാഹുൽ ഹമീദ് വീണ്ടും ദുബായ് സ്റ്റുഡിയോയിൽ നിന്ന് കുറച്ച് മണ്ടത്തരങ്ങൾ പറയാൻ വേണ്ടി വീണ്ടും ജോയിൻ ആയിരിക്കുകയാണ് കുറെ കാലങ്ങൾക്ക് ശേഷം. പണ്ട് വട്ടത്തിലുള്ള ത്രികോണം സാധ്യമാണ്, 1+1=7 ഈ ടൈപ്പ് ലെവലിൽ പോയ ഷാഹുലായിരുന്നു. ഇപ്പോ എസ്തെറ്റിക്കലി ബെറ്റർ ആയിരുന്നേ ഉള്ളൂ. സ്റ്റുഡിയോ പറയണ കാര്യങ്ങളൊക്കെ ഏകദേശം കണക്കാണ്. ഇപ്പോഴും അതേ ലെജൻഡാണ്. അപ്പോ ഷാഹുൽ കുറച്ച് ക്ലെയിമുകൾ വെക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ഫിലോസഫി ഓഫ് സയൻസിലും അതുപോലെ തന്നെ സയൻസിലും, അതായത് ക്വാണ്ടം മെക്കാനിക്സ് ദൈവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഏതോ പുതിയ പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഷാഹുൽ നമ്മളെ അറിയിച്ചിട്ടുണ്ട് പോഡ്കാസ്റ്റ് വഴി. അപ്പൊ നമുക്ക് അങ്ങനത്തെ പഠനങ്ങളൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ഇതിന്റെ ഫിസിക്സ് വശം അനലൈസ് ചെയ്യാന് നമ്മുടെ ഫിസിക്സ് എക്സ്പേർട്ട് ആയിട്ടുള്ള സബാസ്റ്റിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സീമാനുണ്ട്. പിന്നെ ഇടക്കിടക്ക് വരുന്നതാണ് ഫിസിക്സ് റിലേറ്റഡ്. എന്തുണ്ടായാലും എന്താ പറയാ, അവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ എന്നെല്ലാം പറയുന്ന പോലെ ഫ്രണ്ട്ലി ഫിസിസിസ്റ്റ്. അതെ, എന്നാ നമുക്ക് ലെജൻഡിനെ കാണാൻ തുടങ്ങിയാലോ? ഇക്ക വരട്ടെ. 2 സാധ്യത മാത്രമാണ് ഉള്ളത് പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ. ഒന്ന്, യൂണിവേഴ്സ് ഡിറ്റർമിനിസ്റ്റിക് ആയിരിക്കണം, എല്ലാം മുൻനിശ്ചയ സ്വഭാവത്തിൽ സംഭവിക്കണം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മുൻനിശ്ചയത്വമല്ല, റാൻഡം ആയിക്കൊണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. ഈ 2 ഓപ്ഷനെ നമുക്ക് എടുക്കാനുള്ളൂ. ഒന്നുകിൽ ഡിറ്റർമിനിസ്റ്റിക് ആയിരിക്കണം, അല്ലെങ്കിൽ നോൺ ഡിറ്റർമിനിസ്റ്റിക് ആയിരിക്കണം. അപ്പൊ പുള്ളിയുടെ ആർഗ്യുമെന്റ് ഒരു 2 രീതിയിലാണ് പോണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചം ഒന്നെങ്കിൽ ഡിറ്റർമിനിസ്റ്റിക് ആവും, അല്ലെങ്കിൽ റാൻഡം ആയിരിക്കും. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. ഡിറ്റർമിനിസ്റ്റിക് ആണെങ്കിൽ അത് ദൈവത്തിലേക്കാണ് എത്തുന്നത്, റാൻഡം ആണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് വഴി അതും ദൈവത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. അപ്പൊ അതാണ് പുള്ളിയുടെ ഒരു ആർഗ്യുമെന്റിന്റെ ആകത്തുക. അപ്പോൾ ശരിക്കും റാൻഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ല, എല്ലാം പ്രീ പ്ലാൻഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ബിഗ് ബാങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ, ബിഗ് ബാങ്ങിലെ ഫസ്റ്റ് ഇവൻറ്റിലുള്ള ഈ പ്രപഞ്ചത്തിലെ കണികകളുടെ സ്ഥാനത്തിനെ, മൊമെൻറ്റത്തിനെ, നേച്ചറിനെ, അവിടെ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇന്ന് ഈ 13.8 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം 2024 നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പോലും അവിടെ പ്രീ പ്ലാൻഡ് ആണ്. ഇസ്ലാമിക് ഐഡിയയിൽ പറയുന്നുണ്ടെങ്കിൽ വിധിയുടെ ഭാഗമായിട്ട് അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യം തന്നെയാണെന്നുള്ള ടേം യൂസ് ചെയ്ത് ഡിറ്റർമിനിസ്റ്റിക് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇടയിൽ ആള് പറഞ്ഞത് പ്രീ പ്ലാൻഡ് ആണത്. ഡിറ്റർമിനിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ പ്ലാൻ ആണ് വരേണ്ടത്, അല്ലാണ്ട് ഇക്വേഷൻസ് ഒന്നുമല്ല. ഇതാരോ ഇങ്ങനെ ഈ ഇക്വേഷൻസ് അനുസരിച്ചിട്ട് അനക്കി വെക്കുന്നു. ഒരാളെ പ്ലാൻ ആണ് ഈ ഇക്വേഷൻ. E=mc² ആണ് ഗോഡിന്റെ മൈൻഡിലുള്ളത്. വാക്ക് സ്മഗിൾ ചെയ്ത് കയറ്റിയുണ്ടോ? ഇത് ഫിസിക്സ് പറഞ്ഞിട്ടാ തുടങ്ങിയത്. ഫിസിക്സിൽ ഡിറ്റർമിനിസം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ പ്രീ പ്ലാൻഡ് ആണെന്നുള്ളത് ഫിസിക്സ് അറിയുന്ന ആൾക്കാർ എഗ്രി ചെയ്യണ ഒരു കാര്യമാണോ? സെബാസ്റ്റ്യൻ എന്ത് പറയണു? ആ വാക്ക് ഉപയോഗിക്കാറില്ല. ആരെങ്കിലും പ്രീ പ്ലാൻ ചെയ്തുകൊണ്ടല്ല. ലോസ് ഓഫ് ഫിസിക്സ് ഡിറ്റർമിനിസ്റ്റിക് ആണെന്ന് പറയും. ഫിസിക്സിലെ നിയമങ്ങൾ ഡിറ്റർമിനിസ്റ്റിക് ആണ്. ഒരു പെർട്ടിക്കുലർ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിസിക്സിലെ നിയമങ്ങൾ അതിന്റെ ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഫിസിക്സിലെ നിയമങ്ങൾ നമ്മൾ ഡിറ്റർമിനിസം എന്ന് പറയുന്നതും ദൈവത്തിന്റെ പ്രീ വില്ലാണെന്ന് പറയുന്നതും സെയിം ആണ് എന്നാണോ പറയുന്നത്? അതോ എന്താ ആർഗ്യുമെന്റ്? എനിക്ക് കിട്ടിയില്ല. അതല്ലേ ഉദ്ദേശിക്കുന്നത്? എനിക്ക് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഷാഹുൽ കൃത്യമായിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് മനസ്സിലാക്കുകയാണ്. ഒരു സൂപ്പർ കമ്പ്യൂട്ടർ അതിൻ്റെ ഡാറ്റ മുഴുവൻ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി 10 വർഷങ്ങൾക്ക് ശേഷം സലാഹിക്കയുടെ വലത് കൈ എവിടെയായിരിക്കും, എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ളത് ആ സൂപ്പർ കമ്പ്യൂട്ടറിന് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും. കാരണം ഈ പറഞ്ഞ ഡാറ്റ അനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഈ ഇവൻറ്റിൽ സംഭവിച്ച കാര്യങ്ങളുടെ നെസസറി റിസൾട്ടാണ്, നെസസറി എഫക്റ്റാണ് നെക്സ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ നെസസറി ഇഫക്റ്റാണ് നെക്സ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 10 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന കാര്യം
ഈ ഒരു ഫസ്റ്റ് ഇവൻറ്റിൻ്റെ നെസസറി ഇഫക്റ്റാണ്, നെസസറി റിസൾട്ടാണ്. അപ്പോൾ ഈ ഒരു ഇവൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് 10 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളെയും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഷാഹുൽ വിത്ത് എക്സാമ്പിൾ നമുക്ക് ലൈക്ക് ഡിറ്റർമിനിസത്തിനുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് തന്നത്. അപ്പോൾ ഡിറ്റർമിനിസം ട്രൂ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ലിബർട്ടേറിയൻ ഫ്രീ വില്ല് അങ്ങനെയുള്ള കുറച്ച് മതത്തിനുള്ള പ്രശ്നങ്ങൾ വരും. പിന്നെ ഷാഹുല് കറക്റ്റ് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ളതൊക്കെ ബിഗ് ബാങ്കിന്റെ സമയം മുതലേ ഡിറ്റർമിൻഡ് ആണ്. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു പരീക്ഷണത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതിനു മുമ്പ് ചെറിയൊരു പ്രശ്നമുണ്ട്. ആദ്യം പറഞ്ഞ ഫിസിക്സിലെ നിയമങ്ങളുടെ ഡിറ്റർമിനിസം ആണ്. ഓക്കെ, അപ്പൊ അതായത് പ്രപഞ്ചത്തിന്റെ തുടക്കത്തിലുള്ള കണികകളുടെ സ്ഥാനവും മൊമെന്റും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അത് ഈ ഫ്യൂച്ചർ കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞ് പ്രത്യേകിച്ചൊരു ആർഗ്യുമെന്റ് ഇല്ല, നേരെ ദൈവത്തിന്റെ പ്രീ പ്ലാൻ തന്നെയാണ് ഡിറ്റർമിനിസം എന്നുള്ളതിലേക്കാണോ എത്തിയത്? യെസ്. ആർഗ്യുമെന്റ് പറയണില്ല ബേസിക്കലി. ഇപ്പോ ഡിറ്റർമിനിസം എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പൊ ഡിറ്റർമിനിസം ആണ് എന്നുണ്ടെങ്കിൽ ദൈവത്തിനായിട്ട് കമ്പാറ്റബിൾ ആണ് എന്നും കൂടെ പറഞ്ഞു. എന്നിട്ട് അത് ദൈവത്തിലേക്ക് എത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാണ്. ഒറ്റ ചാട്ടം, അതാണ് മിറക്കിൾ. ആ ചാട്ടാണ് മിറക്കിൾ, ഒറ്റ ചാട്ടം. ഇനി ക്വാണ്ടം മെക്കാനിക്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും നമുക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കിട്ടില്ല. അപ്പൊ ഇനി ഷാഹുൽ ഹമീദ് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് പോവാണ്. അപ്പൊ നമുക്കും ക്വാണ്ടം മെക്കാനിക്സിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഷാവുലിന്റെ മെയിൻ ആർഗ്യുമെന്റ് ഇതാണ്. ഈ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ചിട്ട് രണ്ട് കാര്യങ്ങൾ സംഭവിക്കാൻ പറ്റും, എ ഓർ ബി. ഇതിൽ എന്തുകൊണ്ട് എ സംഭവിച്ചു എന്നുള്ളതിന് ഒരു മെറ്റീരിയൽ എക്സ്പ്ലനേഷനും ഇല്ല. നല്ല ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ നൈസായിട്ട് ഗോഡിന് ഇന്റർവെൻഷനുള്ള സ്പേസ് ആണ്. അവിടെ ഗോഡിനെ നമുക്ക് കയറ്റിയാലോ എന്നാണ് ഷാവുലിന്റെ ഐഡിയ. ഒന്നാമത് ഫിസിക്കലായിട്ടുള്ള എന്താണ് എക്സ്പ്ലനേഷൻ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഫിസിക്കലായിട്ടുള്ള പ്യൂർലി ഫിസിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ് സയൻസ് പൊതുവെ ശാസ്ത്രലോകത്ത് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അത്തരം വിശദീകരണങ്ങളെ കുറിച്ച് നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ക്വാണ്ടം മെക്കാനിക്സ് ശരിക്കും പറയുന്നത്, ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ നേച്ചർ ഫണ്ടമെന്റലി ബിഹേവ് ചെയ്യുന്നത് നമ്മൾ ക്ലാസിക്കൽ നിയമങ്ങൾ, ന്യൂട്ടൺ പറഞ്ഞ നിയമങ്ങൾക്ക് അനുസരിച്ചല്ല. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോജിക് ആണ് ഫണ്ടമെന്റൽ ലെവലിൽ നേച്ചർ ഒബേ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അത് ഡിഫറെന്റ് ആയിട്ടുള്ള നിയമങ്ങളാണ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ഫിസിക്കലിസ്റ്റിനെയോ ഡിറ്റർമിനിസ്റ്റിനെ പോലെയോ ഒഴിവാക്കാൻ നമ്മളെ നിർബന്ധിതരാക്കുന്ന ഒന്നല്ല. ക്വാണ്ടം മെക്കാനിക്സ് വന്നുകൊണ്ട് ഡിറ്റർമിനിസ്റ്റ് ഒഴിവാക്കണം എന്ന് നിർബന്ധമില്ല. പ്യൂർലി ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സിന്റെ ഫോർമുലേഷൻസ് ഉണ്ട്. ഓക്കെ, ഒരു ഫിസിക്കലിസം ഒഴിവാക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. റൈറ്റ്, അപ്പൊ എനിക്ക് തോന്നുന്നു ഫിസിക്കലിസം ഒഴിവാക്കണം എന്ന് പറയാൻ ഒരു കാരണം പണ്ടപ്പോഴേ കോൺഷ്യസ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ക്വാണ്ടം മെക്കാനിക്സിന് ഒരു ചീത്ത പേരുണ്ടല്ലോ. അല്ല, എനിക്ക് പറയുന്ന ഇത് ഷാവുലിനിയുടെ മെയിൻ ആയിട്ട് രണ്ട് മിസ്റ്റേക്ക് ആണ് സംഭവിച്ചത്. ഒന്ന്, ഷാവുലിനി ആകെ ഒറ്റൊരു ഇന്റർപ്രിട്ടേഷൻ മാത്രമേ അറിയൂ, അത് ഈ കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ ആണ്. അതനുസരിച്ചിട്ടാണ് ഈ എ ഓർ ബി റാൻഡം ആണ് എന്നുള്ളൊരു സാധനം വരുന്നത്. ഓക്കെ, ഇനി അത് മാറ്റി വെച്ചിട്ട് എ ഓർ ബി റാൻഡം ആണ് എന്ന് തന്നെ ഉണ്ട് വിചാരിച്ചോ. റാൻഡംനെസ് ഒരു ഓക്കെ എക്സ്പ്ലനേഷൻ ആണല്ലോ. റാൻഡമായിട്ട് എ ഓർ ബി നടക്കുന്നതിന് എ റാൻഡം ആണ് അല്ലെങ്കിൽ ബി റാൻഡം ആയിട്ട് നടന്നു എന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? അതിനെന്തിനാ ഒരു സൂപ്പർ നാച്ചുറൽ ഇന്റർവെൻഷൻ റാൻഡംനെസ് ചെയ്യാൻ? ഇനിയിപ്പോ ഗോഡ് റാൻഡമായിട്ട് എ ആക്കി അല്ലെങ്കിൽ ബി ആക്കി എന്ന് പറയുന്നതും റാൻഡം തന്നെയാണല്ലോ. ഗോഡിനെ എ ആക്കമായിരുന്നു, ബി ആക്കമായിരുന്നു, ഗോഡ് എ ആക്കി, വൈ റാൻഡം ആയിരുന്നു. എന്താണ് ഷാവുല് ഒന്നും അച്ചീവ് ചെയ്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് ഫോളോ ചെയ്യുന്നില്ലല്ലോ. റാൻഡമായിട്ട് ട്രൂലി റാൻഡമായിട്ടൊരു കാര്യം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കോഴ്സ് വേണമെന്നുള്ളത് ഒരു ഡസ് നോട്ട് ഫോളോ, ഡസ് ഇറ്റ്? അതെ, യൂണിവേഴ്സിന് ബൈ ഇറ്റ് സെൽഫ് റാൻഡം ആവല്ലോ. ഗോഡൊന്നും ഇല്ലാണ്ട് റാൻഡം യൂണിവേഴ്സ് ആയിക്കൂടെ? അതിനെന്താ ഒരു പ്രശ്നം? അതിനൊരു കോൺട്രഡിക്ഷനും ഇല്ലല്ലോ. അത് ഇദ്ദേഹം പറഞ്ഞ പോലെ ഒന്നുകിൽ ഡിറ്റർമിനിസ്റ്റിക് ആവും അല്ലെങ്കിൽ റാൻഡം ആവും. ശരിക്കും ക്വാണ്ടം മെക്കാനിക്സ് എടുക്കുമ്പോൾ ഇതിനേക്കാളും സെറ്റിലാണ് കേട്ടോ. ഒന്നുകിൽ ഡിറ്റർമിനിസ്റ്റിക് അല്ലെങ്കിൽ റാൻഡം എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ആ വീഡിയോയിൽ, ക്വാണ്ടം മെക്കാനിക്സിന്റെ വീഡിയോയിൽ അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിറ്റർമിനിസം എന്താണ്, എവിടെയാണ് റാൻഡംനെസ് വരുന്നത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഈ ഇന്റർപ്രിറ്റേഷൻസിന്റെ കാര്യം പറഞ്ഞു, അതായത് ഇപ്പോൾ ഇതൊക്കെ ശരിക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ഫോർമുലേഷൻസ് ആണ്. ക്വാണ്ടം മെക്കാനിക്സിന്റെ മെനി വേൾഡ്സ് ഉണ്ട്, അതുപോലെ ഹിഡൻ വേരിയബിൾസ് അല്ലെ, ഡിബ്രോയിബോം ഫോർമുലേഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട്. ഈ ഹിഡൻ വേരിയബിൾസ് അല്ലെങ്കിൽ ഡിബ്രോയിബോം എന്ന് വിളിക്കുന്ന ഫോർമുലേഷനിൽ റാൻഡംനെസ് ഇല്ല കേട്ടോ. അത് കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് തന്നെയാണ്. കാരംസിന്റെ ഒക്കെ ആർഗ്യുമെന്റ് ബേസിക്കലി നോളജ് ഗ്യാപ്പ് ആണെന്നുള്ളത്. നമുക്കറിയാത്ത എന്തോ ഹിഡൻ വേരിയബിൾസ് അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അറിയാത്ത ആൾക്കാരെ റാൻഡം അറിയാം, അറിയണ ആൾക്കാർ റാൻഡം അറിയില്ല. അതെ അതെ, ക്വാണ്ടം മെക്കാനിക്സിലും അങ്ങനെയുള്ള ഫോർമുലേഷൻ പോസിബിൾ ആണ്. അവിടെ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്ന റാൻഡംനെസ്സിന് കാരണം നമുക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളാണെന്നുള്ളതാണ് ഹിഡൻ വേരിയബിൾ പറയുന്നത്. അവിടെ എന്താണ് എയും ബിയും പോസിബിലിറ്റീസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്
എന്താണ് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ചില ഹിഡൻ വേരിയബിൾസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പ്യൂർലി ക്വാണ്ടം മെക്കാനിക്സിൽ ഔട്ട്കംസ് പ്യൂർലി റാൻഡം ആണ്. ഇൻ പ്രിൻസിപ്പിൾ റാൻഡം ആകണം എന്ന് നിർബന്ധമില്ല, അങ്ങനെ അല്ലാത്ത ഫോർമുലേഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടം മെക്കാനിക്സ് എടുക്കുകയാണെങ്കിൽ ഇത് ഈ മെഷർമെന്റ് ഔട്ട്കം വരുന്നത് പ്യൂർലി റാൻഡം ആണെന്ന് നമുക്ക് സമ്മതിക്കാം. അതാണ് നമ്മൾ പറഞ്ഞല്ലേ, അത് പോസിബിൾ ആണ്. പ്യൂർലി ഇപ്പോൾ ഒരു മെഷർമെന്റ് ഔട്ട്കം എ ആണോ ബി ആണോ വരിക എന്നുള്ളത് പ്യൂർലി റാൻഡം ആണ്. അങ്ങനെയുള്ള ഫോർമുലേഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്കത് എടുക്കാം, പ്യൂർലി റാൻഡം ആണ് തന്നെ എടുക്കാം. അങ്ങനെയെങ്കിൽ എന്ത് എന്നുള്ളതാണ് ചോദ്യം. റാൻഡം ആണ് എന്ന് പറഞ്ഞു, ശരി, സമ്മതിച്ചു. സോ വാട്ട്? ഇവിടെ ഷാവുല് പറഞ്ഞത് റാൻഡം ആണെന്നുണ്ടെങ്കിൽ അതൊരു മെറ്റീരിയൽ ആയിട്ടുള്ള പ്രീ കോസ് അതിന് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ ഇമ്മെറ്റീരിയൽ ആയ ഒരു ദൈവമായിരിക്കും അതിന്റെ കോസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. റാൻഡം ഇവന്റ്സ് കോസ് ചെയ്യണമെങ്കിൽ അത് ഇമ്മെറ്റീരിയൽ സാധനങ്ങൾക്ക് അല്ലെങ്കിൽ നോൺ ഫിസിക്കൽ സാധനങ്ങൾക്കേ പറ്റുള്ളൂ, ദൈവത്തിനെ പറ്റുള്ളൂ. അതിനുള്ള ആർഗ്യുമെന്റ് ഒന്നും ഷാഹുൽ വെച്ചിട്ടില്ല. ആസ് യൂഷ്വൽ ഷാഹുൽ എന്ന് പറഞ്ഞാൽ ഓൾ ക്ലെയിംസ് നോ ആർഗ്യുമെന്റ്സ് ആണ്. ഡിറ്റർമിനിസത്തിൽ നിന്ന് ഗോഡിലേക്ക് ഒറ്റ ചാട്ടം പോലെയാണ് ഇത് ഒരു ചാട്ടം. ഇപ്പോൾ മോഡേൺ ഫിസിക്സിൽ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്നുള്ള ഒരു പരീക്ഷണമുണ്ട്. അപ്പോൾ അത് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഈ സ്ലിറ്റുകളിലൂടെ, 2 സ്ലിറ്റുകളിലൂടെ നമ്മൾ ഈ ക്വാണ്ടം പാർട്ടിക്കിൾസിനെ കടത്തിവിടുമ്പോൾ അത് വേവായിട്ടും അതുപോലെ തന്നെ പാർട്ടിക്കിൾസായിട്ടും ഒരേ സമയം ബിഹേവ് ചെയ്യുന്നതായിട്ട് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അതേസമയം നമ്മൾ കൃത്യമായിട്ട് ഏത് പാർട്ടിക്കിൾ ഏത് സ്ലിറ്റിലൂടെയാണ് പോകുന്നത് എന്ന് ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള ചില മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ അത് പാർട്ടിക്കിൾ മാത്രമായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു പുറത്ത് നിന്നുള്ള ഒബ്സർവറിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രകൃതി മാറി സഞ്ചരിക്കുന്നു. ഈ പാർട്ടിക്കിൾസ് അതിനനുസരിച്ച് അതിൻ്റെ ബിഹേവിയറിൽ മാറ്റം വരുത്തുന്നു. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എക്സ്ട്രാ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഒബ്സർവറിൻ്റെ സ്വാധീനം മൂലം പ്രകൃതിയിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കാൻ ഈ പാർട്ടിക്കിൾസ് മാറി ബിഹേവ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം, ഇങ്ങനെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഒബ്സർവറിനെ അനുസരിച്ച് ക്വാണ്ടം വേൾഡ് മാറി ബിഹേവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ക്രിയേറ്ററിനനുസരിച്ച് ഈ യൂണിവേഴ്സും ബിഹേവ് ചെയ്യാം. അതായത് ഇവന്റ്സ് ടു ഇവന്റ്. ഇവിടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് കാണിച്ചുകൊണ്ട് അത് നമുക്ക് ലൈക്ക് ഒരു ഒബ്സർവറിന്റെ എഫക്റ്റ് കാണിച്ചുകൊണ്ട് ലോകത്ത് പല കാര്യങ്ങളും ഒബ്സർവറിനനുസരിച്ച് മാറാം. അതുകൊണ്ടൊരു സൂപ്പർ ഒബ്സർവർ, ഒരു സൂപ്പർ കോൺഷ്യസ്നെസ് ഉണ്ടാവണം. അതിന്റെ അനിവാര്യതയാണ് ഈ ഇത് ആർഗ്യുമെന്റ് ഇവൻ പറയുന്നത്. മാത്രല്ല കേട്ടോ, ഐഡിയലിസ്റ്റുകളും വെച്ച് കണ്ടിട്ടുണ്ട് ഞാൻ ഈ ആർഗ്യുമെന്റ്. ഇതെനിക്ക് തോന്നുന്നു ഈ കോപ്പൻഹേഗൻ ഇന്റർപ്രിറ്റേഷന്റെ ഒരു വേരിയേഷൻ ഉണ്ടല്ലേ, കോൺഷ്യസ്നെസ് ആണ്. അപ്പൊ ശരിക്കും സിസ്റ്റത്തിന് മെഷർ ചെയ്യുമ്പോൾ സിസ്റ്റത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഇപ്പോഴും കൺസെൻസസ് ഉള്ള ഒരു ആൻസർ അല്ല. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, നമ്മുടെ നോളജിൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പൊ ആ ഗ്യാപ്പിലേക്ക് കോൺഷ്യസ്നെസ് ആണ് ഈ ഇതിന് കാരണമാകുന്നത്. അതായത് പോസിബിലിറ്റി എയും പോസിബിലിറ്റി ബിയും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുന്നതിന് കാരണമാകുന്ന കോൺഷ്യസ് ഒബ്സർവർ ആണ് എന്ന രീതിയിലുള്ളൊരു വാദം പണ്ടൊക്കെ ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മിക്കവരും അത് സ്വീകരിക്കുന്നില്ല. സ്യൂഡോ സയൻസിന്റെ ആൾക്കാർ മാത്രമേ അത് എടുക്കുന്നുള്ളൂ. അപ്പൊ എന്തായാലും അവിടെ ഒബ്സർവർ ആണ് മെഷർമെന്റ് ഔട്ട്കം ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ? ഇവിടെ ഷാഹുല ഒബ്സർവർ എന്നുള്ള ടേം കൺഫ്യൂസ്ഡ് ആയി തോന്നുന്നു. ലൈക്ക് ഒബ്സർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കോൺഷ്യസ് മെഷർമെന്റ് എന്ന് പറയുമ്പോൾ ഷാവല് വിചാരിക്കുന്ന ഒരാള് നോക്കണം, കോൺഷ്യസ് നോക്കണം എന്നാണ്. അല്ല, സാധാരണ ആക്ച്വലി പറയുന്നെങ്കിൽ ഒരു ഡിറ്റക്ടർ വെച്ചാൽ പോലെ ഒരാൾ നോക്കണം എന്നില്ലല്ലോ. ഒരു ഡിറ്റക്ടർ വെച്ചാൽ തന്നെ ആ കൊളാപ്സ് നടക്കണമെന്നില്ലേ? കോൺഷ്യസ് ഒബ്സർവർ ആകണം എന്നില്ല. ഓക്കെ, അത് ശരിക്കും സംഭവിക്കുന്ന എൻറ്റാങ്കിൾമെന്റ് ആണ്. പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നു. ആ പോയിന്റ് ഇത് ഡിസ്കസ് ചെയ്യാൻ ആവശ്യമില്ല എന്ന് തോന്നുന്നു. കോൺഷ്യസ് ഒബ്സർവർ ആണ് ചെയ്യുന്നത് തന്നെ വെക്കുക. ഓക്കെ, അതൊരു ഡിറ്റക്ടർ ആയാൽ മതിയോ, ഒരു ക്യാമറ ആയാൽ മതിയോ, കോൺഷ്യസ് ഒബ്സർവർ തന്നെ ആവണോ എന്നുള്ള ചോദ്യം വേണമെങ്കിൽ നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. അതിവിടെ എക്സാക്ട്ലി റെലവെന്റ് ആകുന്നില്ല. കോൺഷ്യസ് ഒബ്സർവർ മെഷർ ചെയ്താൽ ഇത് ആകും എന്നുള്ളത് നമുക്കറിയാം. അതാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. ഇനി ഡിറ്റക്ടർ വെച്ചാലും ആകും എന്നുള്ള ചോദ്യം നമുക്ക് വേണമെങ്കിൽ വേറെ ഡിസ്കസ് ചെയ്യാം. അതെനിക്കൊന്ന് ആ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഒരു കോൺഷ്യസ് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ 2 സ്ലിറ്റിൽ ഒരുമിച്ചായിരുന്നു. അതായത് പല സാധ്യതകളിലും ഒരുമിച്ചായിരുന്നു. സൂപ്പർ പൊസിഷൻ ആണ് ഇതിന് ഉപയോഗിക്കുന്ന ടെക്നിക്കൽ വേർഡ്. ഓക്കെ, പല പോസിബിലിറ്റീസിന്റെയും സൂപ്പർ പൊസിഷനിലായിരുന്ന ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രോൺ ഏതെങ്കിലും ഒരു പോസിബിലിറ്റിയിലേക്ക് മാത്രം ചുരുങ്ങുന്നു. ഇതിനെയാണ് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, 2 പോസിബിലിറ്റി ഒരേപോലെ ഉണ്ടായിരുന്ന, പ്രോബിലിറ്റി സെയിം ആവണമെന്നില്ല, പക്ഷെ 2 പോസിബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ കുറെ പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം മാത്രമാണ് ആക്ച്വലൈസ് ചെയ്യപ്പെടുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം, ഒരു കോൺഷ്യസ് ഒബ്സർവർ, ഞാൻ പറയുന്നുണ്ട് കോൺഷ്യസ് ഒബ്സർവർ ആവണമെന്നില്ല, പക്ഷെ ഒരു കോൺഷ്യസ് ഒബ്സർവർ മെഷർ ചെയ്താൽ
ഏതെങ്കിലും ഒരു പോസിബിലിറ്റി മാത്രം ആക്ച്വലൈസ് ആവുന്നു, അത്ര നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. Okay. ഇനി ഇതനുസരിച്ച് ഇദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ ഇടപെടലിനുള്ള ഒരു സാധ്യത വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇത് വരുന്നൊരു മിസ്റ്റേക്ക്, ഇപ്പൊ ആൾക്കാർക്ക് ഇത് വരുന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇതാണ്. നമ്മൾ ഒബ്സർവേഷൻ നടത്തുമ്പോൾ പല പോസിബിലിറ്റീസിൽ ഒരെണ്ണം ആക്ച്വലൈസ് ആകുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഏത് പോസിബിലിറ്റിയാണ് ആക്ച്വലൈസ് ആകുക എന്നുള്ളത് ഒബ്സർവറിന് ചൂസ് ചെയ്യാൻ കഴിയില്ല. അത് ക്വാണ്ടം മെക്കാനിക്സ് അനുവദിക്കുന്നില്ല. ഇപ്പൊ ഞാനാണ് ഒബ്സർവ് ചെയ്യുന്നത്, ഈ ഡബിൾ സ്ലിറ്റിന്റെ കാര്യം തന്നെ, ഞാനാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഏത് സ്ലിറ്റിലൂടെയാണ് ഇലക്ട്രോൺ വരുന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു സ്ലിറ്റിൽ എനിക്ക് കാണാൻ കഴിയുന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ഏത് സ്ലിറ്റിലാണ് കാണേണ്ടത് എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല, ഒബ്സർവറിന് തീരുമാനിക്കാൻ കഴിയില്ല. അത് ക്വാണ്ടം മെക്കാനിക്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്യുവർലി റാൻഡം ആണെന്ന് പറയുന്നത്. ഇവിടെ ആർഗ്യുമെന്റില് ദൈവത്തിനെ കുത്തിക്കേറ്റുന്നതിലൂടെ ലൈക്ക് ഇവര് ഒരു കാര്യം ഉദ്ദേശിക്കുന്നത്, ഓക്കെ ദൈവത്തിന് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ മാത്രല്ല ഇന്റർവ്യൂ ചെയ്യാനും കൂടെ പറ്റണം. ഓക്കെ, നീ ഈ സ്ലിറ്റിലൂടെ പോയാൽ മതി, അല്ലെങ്കിൽ നീ ഈ സ്ലിറ്റിലൂടെ പോകണം. ആ ഒരു തീരുമാന ശക്തി കൂടെ കൊടുക്കണം, എന്നാലേ ആ ദൈവമാവുള്ളൂ. അതെ, പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് ക്വാണ്ടം മെക്കാനിക്സ് അത് അനുവദിക്കുന്നില്ല. ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങൾ വളരെ ശരിക്കും എന്താണ്, വളരെ അൺഫോർഗിവിംഗ് ആണെന്ന് പറയാം. അത് ക്വാണ്ടം മെക്കാനിക്സ് അത് അനുവദിക്കുന്നില്ല. ഇദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നത്, അപ്പൊ ഈ ഓരോ ഇവന്റിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പോലെ ഒരു സൂപ്പർ കോൺഷ്യസ് ഒബ്സർവർ ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിന് ഈ എക്സ്പെരിമെന്റൽ ഔട്ട്കംസ് ചൂസ് ചെയ്യുന്നതിലൂടെ ഒരു ഇന്റർവെൻഷൻ നടത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എനിക്കത് കേട്ടപ്പോൾ അതാണ് മനസ്സിലായത്. ഓക്കെ, കാരണം ഒരു ഒബ്സർവറിന് ഇത് ചൂസ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു സൂപ്പർ കോൺഷ്യസ് ഒബ്സർവറിന് നമ്മുടെ ഫിസിക്സിലെ നിയമങ്ങളെ വയലേറ്റ് ചെയ്യാതെ തന്നെ ഇന്റർവെൻഷൻ നടത്താനുള്ള ഒരു സാധ്യത തുറന്നു കിട്ടും. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇറ്റ്സ് പ്യൂർലി റാൻഡം. ദൈവത്തിന് പോലും ചൂസ് ചെയ്യാൻ കഴിയില്ല. ദൈവത്തിന് ചൂസ് ചെയ്യാൻ കഴിയുമെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് cannot be right at the same time. അതിപ്പോ ഈ ഡബിൾ സ്പ്ലിറ്റ് എക്സ്പെരിമെന്റ് നമ്മൾ 100 വട്ടം റിപ്പീറ്റ് ചെയ്താല് ദൈവത്തിന് 50 വട്ടം ഒരു സ്ലിറ്റിലേക്ക് കൂടി 50 വട്ടം മറ്റേ സ്ലിറ്റിലേക്ക് കൂടി തന്നെ അയക്കണം. അതെ, അല്ലാണ്ട് 70 വട്ടം ഒരു സ്ലിറ്റിലേക്ക് കൂടി 30 വട്ടം മറ്റേ സ്ലിറ്റിലേക്ക് കൂടിയും ആക്കാൻ ദൈവത്തിന് പറ്റൂല. കാരണം അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ശ്രോഡിഞ്ചർ ഇക്വേഷൻ തെറ്റി. അതെ, അപ്പം ദൈവം ഇങ്ങനെ എണ്ണണം, 50 ഇവിടെ പോയി, എന്നാ അപ്പുറത്തേക്ക് അടുത്ത ഇതിലേക്ക് ആ സാധനം ഇങ്ങനെ ശ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ട്, ഓക്കെ ഞാൻ ഇതിലേക്ക് കൂടെ 50 അയച്ചു, ഇനി അടുത്തത് ഇങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞിട്ടേ അയക്കാൻ പറ്റും ദൈവത്തിന്. വേണമെങ്കിൽ പുള്ളിക്കാരന് എണ്ണീറ്റ് പറയാം, അതൊക്കെ ഞാനാണ് ഇങ്ങനെ 50 ആക്കി വിട്ടത് എന്ന്. പക്ഷെ ഇതിനേക്കാളും വേറൊരു ഇതിപ്പോ ക്ലിയർ അല്ലെങ്കിൽ തന്നെ ഇതിനേക്കാളും കുറെ കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഈ ഒരു ആർഗ്യുമെന്റിനുണ്ട്. അത് ശരിക്കും ക്വാണ്ടം ഫീൽഡ് തിയറി എന്നാണ് വരുന്നത്. അപ്പൊ ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്, ഒരു ലോജിക്കൽ ഫ്രെയിംവർക്ക് ആണ്. ഈ ലോജിക്കൽ ഫ്രെയിംവർക്കിൽ നമുക്ക് പലതരം ഫിസിക്കൽ സിസ്റ്റംസിനെ കുറിച്ച് പഠിക്കാം, പാർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കാം, അല്ലെങ്കിൽ ഫീൽഡ്സ് എന്ന് പറയുന്ന എൻറ്റിറ്റി ഉണ്ട്. ക്ലാസിക്കൽ ഫിസിക്സ് നമുക്ക് പരിചയമുള്ള കാര്യമാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പൊ പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ലോക്കലൈസ്ഡ് ആണെങ്കിൽ ഫീൽഡ് എന്ന് പറയുന്ന എല്ലായിടത്തും സ്പ്രെഡ് ഔട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്, സ്പേസിൽ എല്ലായിടത്തും സ്പ്രെഡ് ഔട്ട് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ, ഈ റൂമിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഫീൽഡിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഫണ്ടമെന്റൽ ഫീൽഡ് അല്ല, പക്ഷെ ഫീൽഡാണ്. കാരണം റൂമിൽ ഓരോ പോയിന്റിലും ടെമ്പറേച്ചറിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ് തന്നെ ഫീൽഡുകളാണെന്നുള്ളതാണ്. ഇത് ഫീൽഡ് സാധാരണ ഇലക്ട്രോമാഗ്നറ്റിസത്തിലെ ഫീൽഡ് എന്നുള്ളതിലുപരി ക്വാണ്ടം ഫീൽഡാണ്, അതായത് ക്വാണ്ടം നിയമങ്ങൾ അനുസരിക്കുന്ന ഫീൽഡുകളാണ്. അപ്പൊ എവിടെ നിന്നാണ് പാർട്ടിക്കിൾ വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഫീൽഡ്സ് എടുത്തിട്ട് അതിനെ ക്വാണ്ടം മെക്കാനിക്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഫീൽഡ്സിന്റെ വൈബ്രേഷൻസ് അല്ലെങ്കിൽ എക്സൈറ്റേഷൻസ് നോക്കുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പാർട്ടിക്കിൾ പോലെയാണ് ബിഹേവ് ചെയ്യുക. അതായത് നമ്മൾ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എലിമെന്ററി ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫീൽഡ്സിന്റെ എക്സൈറ്റേഷൻസ് ആണ്. ഇതാണ് നമ്മുടെ നിലവിലെ ഏറ്റവും മികച്ച അണ്ടർസ്റ്റാൻഡിങ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ഫീൽഡാണ് ഫണ്ടമെന്റൽ എങ്കിലും നമുക്ക് പാർട്ടിക്കിൾസിന്റെ ഭാഷ ഉപയോഗിക്കാം. മിക്ക സിറ്റുവേഷൻസിലും പാർട്ടിക്കിൾസ് എന്ന ഭാഷ ഉപയോഗിക്കാം. അതുകൊണ്ട് പാർട്ടിക്കിൾ ഫീൽഡ് എന്നുള്ള മാറി ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതല്ല പ്രധാനപ്പെട്ട കാര്യം. ഈ ക്വാണ്ടം ഫീൽഡ് തിയറി എന്ന് പറഞ്ഞാൽ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. നമ്മൾക്ക് ഇന്ന് ഉള്ളതിൽ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള തിയറിയാണ് ക്വാണ്ടം ഫീൽഡ് തിയറി. ക്വാണ്ടം ഫീൽഡ് തിയറിയാണ് നമ്മൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് മോഡലിന്റെ അടിസ്ഥാനം. ഇതിന്റെ പ്രഡിക്ഷൻസിന് ഒന്നും തന്നെ ഇതുവരെ വിരുദ്ധമായിട്ടുള്ള ഒന്നും തന്നെ ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസിൽ കണ്ടെത്തിയിട്ടില്ല. ഓക്കെ, അതാണ് നിലവിലെ അവസ്ഥ. അപ്പൊ ഇതനുസരിച്ച് ഞാനൊരു ചെറിയ കാര്യം പറയാം. ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് പാർട്ടിക്കിളിന്റെ ലാംഗ്വേജ് ഉപയോഗിക്കാം മനസ്സിലാക്കാൻ എളുപ്പത്തിന്. അപ്പൊ ഇന്ററാക്ഷൻസ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ക്വാണ്ടം ഫീൽഡ് തിയറി പറയുന്നത് പാർട്ടിക്കിൾസിന്റെ എക്സ്ചേഞ്ചിലൂടെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് 2 ഇലക്ട്രോൺസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യണമെന്ന് കരുതുക. 2 ഇലക്ട്രോൺസ് പരസ്പരം അടുത്ത് വന്നിട്ട് പിന്നെ അകന്നു പോവുകയാണ്. ഓക്കെ, നമ്മൾ
മുൻപ് പഠിച്ചപ്പോൾ പറയുന്നത് തമ്മിൽ റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ട്, റിപ്പൽസീവ് ഫോഴ്സ് കാരണമാണ് അകന്നു പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ക്വാണ്ടം ഫീൽഡ് തിയറി കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇത് പറയുന്നത് ഇന്ററാക്ഷൻസ് സംഭവിക്കുന്നത് പാർട്ടിക്കിൾസിന്റെ എക്സ്ചേഞ്ചിലൂടെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഇപ്പൊ ഇതിന് ഫൈൻമാൻ ഡയഗ്രം എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ഉണ്ട്. 2 ഇലക്ട്രോൺസ് അടുത്ത് വരികയാണ്. ഇതാണ് ടൈമിന്റെ ഡയറക്ഷൻ. ഇപ്പൊ 2 ഇലക്ട്രോൺസ് ഇങ്ങനെ അടുത്ത് വരിക, ഞാൻ ഈ മൈനസ് എഴുതാം. ഇപ്പൊ സംഭവിക്കുന്നത് ഇതിന്റെ ഇടയിൽ ഒരു ഫോട്ടോൺ എക്സ്ചേഞ്ച് ആവുകയാണ്. ഈ കേളി ലൈൻ ഫോട്ടോണിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും അകന്നു പോകുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ്. അപ്പൊ എല്ലാ ഇന്ററാക്ഷൻസും ഫണ്ടമെന്റൽ ഇന്ററാക്ഷൻസ് ഇങ്ങനെ തന്നെയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷന്റെ കാരിയർ ഫോട്ടോൺ ആണ്. ഓക്കെ, ഇപ്പൊ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ കാരിയേഴ്സ് എന്ന് പറയുന്നത് ഗ്ലൂവോൺസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്, അതിന്റെ കാരിയേഴ്സ് എന്ന് പറയുന്നത് W and Z ബോസോൺസ് എന്ന് പറയുന്ന 3 കണികളാണ്. എന്നിങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇനി ഇത് ക്ലിയർ അല്ലേ? ഇത് ശരിക്കും ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഒരു ഇതാണ്. ഇതിലുള്ള ഓരോ ലൈനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ഇന്ററാക്ഷൻ ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്നൊക്കെ പറയും. പക്ഷെ അതിലേക്കൊന്നും പോകണ്ട, നമുക്ക് തൽക്കാലം ഇതിന്റെ ഈ ഇന്റർപ്രിറ്റേഷൻ നോക്കിയാൽ മതി. അതായത് 2 ഇലക്ട്രോൺസ് അടുത്ത് വരുന്നു, ഒരു ഫോട്ടോൺ എക്സ്ചേഞ്ച് ചെയ്യുന്നു, പരസ്പരം അകന്നു പോകുന്നു. ഇതൊക്കെ അല്ലേ? ഇനി ക്വാണ്ടം ഫീൽഡ് തിയറിയിൽ ക്രോസിംഗ് സിമെട്രി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഓക്കെ, ക്രോസിംഗ് സിമെട്രി പറയുന്നത് ഇത് പോസിബിൾ ആണെങ്കിൽ, ഈ ഇന്ററാക്ഷൻ പോസിബിൾ ആണെങ്കിൽ ഈ ചിത്രത്തിന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വേറെ ചില കാര്യങ്ങൾ കൂടി ചെയ്യണം. റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്ന ഇന്ററാക്ഷനും പോസിബിൾ ആണെന്നുള്ളതാണ്. ഇതിന് വെറുതെ ഒന്ന് തിരിച്ചു വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഇങ്ങനെ ഒരു ചിത്രമായിരിക്കും അല്ലേ? ഫോട്ടോൺ ഇങ്ങനെയല്ലേ? ഓക്കെ, ബാക്കി കാര്യങ്ങളോട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് ഇലക്ട്രോൺ, ഇത് പോസിട്രോൺ എന്നാണ് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ എൻ്റെ എക്സാക്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇലക്ട്രോൺ, പോസിട്രോൺ. ഓക്കെ, പക്ഷേ ഈ ചിത്രത്തിന്റെ ഇന്ററാക്ഷൻ ടൈം വീണ്ടും ഇങ്ങനെ തന്നെയാണുള്ളത്. ഈ ചിത്രത്തിന്റെ ഇന്റർപ്രിറ്റേഷൻ ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇതിന്റെ ഇന്റർപ്രിറ്റേഷൻ നമുക്ക് ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു ഇലക്ട്രോൺ ഒരു പോസിട്രോണും അടുത്ത് വന്നു. ഓക്കെ, അത് ഇന്ററാക്ട് ചെയ്ത് അനൈലേറ്റ് ചെയ്ത് ഒരു ഫോട്ടോൺ ആയി മാറി. ഇത് ഫോട്ടോൺ കുറച്ചു നേരം പ്രോപ്പഗേറ്റ് ചെയ്തു, വീണ്ടും ഒരു ഇലക്ട്രോണും പോസിട്രോണുമായിട്ട് സ്പ്ലിറ്റ് ആയി. ഓക്കെ, അപ്പൊ ഇത് പോസിബിൾ ആണെങ്കിൽ ഇതും പോസിബിൾ ആണ് എന്ന് ക്വാണ്ടം ഫീൽഡ് തിയറി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു പ്രൊഡിക്ഷൻ ആണ് നമ്മൾ മനസ്സിലാക്കണം. ഇഫ് ദിസ് ഈസ് പോസിബിൾ ദെൻ ദിസ് ഓൾസോ മസ്റ്റ് ഹാപ്പൻ. ഓക്കെ, ഇത് ഇവിടെ റെലവെന്റ് ആകുന്ന എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദൈവത്തിന് നമ്മുടെ ലോകത്ത് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും എന്ന് ഇവർ പറയുന്നുണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് അനുവദിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഏറ്റവും മികച്ച തിയറി അനുസരിച്ച് ഇന്ററാക്ഷൻസ് ഏതെങ്കിലും ഒരു ഫോഴ്സ് എക്സ്ചേഞ്ചിങ് പാർട്ടിക്കിൾസിലൂടെ നടക്കുള്ളൂ. ഇന്ററാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിലൂടെ നടക്കുള്ളൂ. ഇനി നമുക്ക് ഇതുവരെ അറിയാത്ത പുതിയൊരു ഇന്ററാക്ഷൻ ഉണ്ടെന്ന് കരുതുക, പുതിയൊരു തരത്തിലുള്ള പാർട്ടിക്കിൾ ഉണ്ടെന്ന് കരുതുക, നമുക്ക് എക്സ് എന്ന് വിളിക്കാം. അല്ലെ പുതിയൊരു തരത്തിലുള്ള എൻറ്റിറ്റി, ഇതിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. എന്താ നമുക്കറിയില്ല, കാണുന്നില്ല. ഇതിന് ഇലക്ട്രോണുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന കരുതുക. അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള പാർട്ടിക്കിൾസിന് ഒന്നാണ് ഇലക്ട്രോൺ, അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന കരുതുക. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫോഴ്സ് ക്യാരിങ് പാർട്ടിക്കിൾ ഉണ്ടാവും. ഓക്കെ, അതായത് എക്സ് എന്ന് പറഞ്ഞ പുതിയ കാര്യത്തിന് നമ്മുടെ ലോകത്തിൽ ഇന്റർവ്യൂൻ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമ്മുടെ ലോകമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയഗ്രാം ഇറ്റ് ഷുഡ് ബി സംതിങ് ലൈക്ക് ദിസ്. എക്സ് വന്നു, ആയിട്ട് ഇലക്ട്രോണായിട്ട് ഇന്ററാക്ട് ചെയ്തു, വീണ്ടും ഇലക്ട്രോണും എക്സും പോയി. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇതേ ചിത്രം തന്നെ ഇവിടെ ഇലക്ട്രോണിന് പകരം എക്സ് ആണെന്ന് മാത്രം, സംതിങ് അൺനോൺ. പക്ഷെ ഇങ്ങനെ ഉണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ക്വാണ്ടം ഫീൽഡ് തിയറി ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ക്രോസിംഗ് സിമെട്രി പ്രകാരം ഇഫ് ദിസ് ഇസ് പോസിബിൾ ദെൻ വി ഷുഡ് ഓൾസോ ഹാവ് ദിസ് തിങ്. അതിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുന്ന ചിത്രമാണ്. അതിങ്ങനെ വരയ്ക്കാം. ഇത് ഇലക്ട്രോൺ, ഈ കേസിൽ ഇത് ഇലക്ട്രോൺ ആണ്. നമ്മൾ ഈ ചിത്രം വരച്ച പോലെ തന്നെ ക്രോസിംഗ് സിമെട്രിയുടെ വരയ്ക്കുകയാണെങ്കിൽ അതെങ്ങനെ വരയ്ക്കുന്നതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ബട്ട് റഫ്ലി ഇതിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുന്ന കാര്യമാണ്. അതിങ്ങനെയാണ് വരിക. ഇലക്ട്രോൺ, പോസിട്രോൺ, അത് ഇവിടുത്തെ പോലെ തന്നെ. നോക്ക്, ഇവിടെ 2 ഇലക്ട്രോൺ ആണ്. ഇതിനെ തിരിച്ചു കഴിഞ്ഞപ്പോൾ 1 ഇലക്ട്രോൺ 1 പോസിട്രോണുമായി. പിന്നെ ഇതിന് ഇന്ററാക്ഷന്റെ കാരിയർ ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് ഒരു എക്സും ഈ എക്സിന്റെ ആന്റി പാർട്ടിക്കിൾ, ഇതിന് ആന്റി പാർട്ടിക്കിൾ എന്നാണ് പറയുക. ഇതേ കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്തത്. അതായത് 2 ഇലക്ട്രോൺസ് തമ്മിൽ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുമെങ്കിൽ ഒരു ഇലക്ട്രോണും പോസിട്രോണും അനിഹിലേറ്റ് ചെയ്ത് വീണ്ടും ഒരു ഇലക്ട്രോണും പോസിട്രോണുമായിട്ട് മാറുന്നത് സംഭവമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും ചെയ്തത്. എക്സും ഇലക്ട്രോണും ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണും പോസിട്രോണും ഇന്ററാക്ട് ചെയ്ത് ഇതിന്റെ പോസിട്രോൺ എന്ന് പറയും, ഇലക്ട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ. ഓക്കെ, ഇലക്ട്രോണിന്റെ അതേ പ്രോപ്പർട്ടീസ് ആണ്, ചാർജ് മാത്രം ഓപ്പോസിറ്റ് ആണ്. ഇത് തമ്മിൽ അനൈലേറ്റ് ചെയ്ത് Y ആകും,
വൈ വീണ്ടും എക്സും ആന്റി എക്സും ആയിട്ട് മാറും. അതായത് ഇങ്ങനെയുള്ള ഇന്ററാക്ഷൻ പോസിബിൾ ആണെങ്കിൽ ഇലക്ട്രോണിനെയും പോസിട്രോണിനെയും കൂട്ടിയിടിപ്പിക്കുന്നതിലൂടെ ഈ പാർട്ടിക്കിളിനെ നമുക്ക് ലാബിൽ സൃഷ്ടിക്കാൻ കഴിയും എന്ന് ക്വാണ്ടം ഫീൽഡ് തിയറി കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല ഇതിന്റെ പ്രോബിലിറ്റി എത്രത്തോളം ആണെന്നും പറയുന്നുണ്ട്. ബേസിക്കലി ഷാഹുല് ലൈക്ക് ദൈവത്തിന് ഇന്റർവീൻ ചെയ്യാൻ പറ്റും എന്നിലൂടെ പറയുന്നത് ശാസ്ത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ലാബില് ദൈവത്തിന് ഉണ്ടാക്കാം എന്നാണ്. എക്സാക്ട്ലി. അത് ക്വാണ്ടം മെക്കാനിക്സ് അനുവദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സിന്റെ പ്രൊഡിക്ഷൻ ആണ്, വളരെ കൃത്യമായിട്ടുള്ള പ്രൊഡിക്ഷൻ ആണ് ഇത്. ഇഫ് എക്സ് ക്യാൻ ഇന്ററാക്ട് വിത്ത് ഇലക്ട്രോൺ ദെൻ യു ക്യാൻ ക്രിയേറ്റ് എക്സ് ഇൻ ദ ലാബോറട്ടറി. ഓക്കെ, ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോൺ ആവാം, വേറെ ഏതെങ്കിലും പാർട്ടിക്കിൾ ആവാം. പക്ഷെ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ദൈവത്തിന് ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച്, ക്വാണ്ടം മെക്കാനിക്സ് ദൈവത്തെ ലോകത്തിൽ ഇന്റർവ്യൂൻ ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടെങ്കിൽ then we should be able to create what's known as literal God particle. ലിറ്ററലി ഗോഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, പക്ഷെ അത് വേറെ ഹിഗ്സ് ബോസോണാണ് പറയുന്നത്. ദൈവത്തിന് ഇങ്ങനെ ഇന്റർവ്യൂൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ ഈ ദൈവത്തെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റേണ്ടതാണ്. ഒരു ഗോഡും ഒരു ആന്റി ഗോഡും ഇങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ തെറിച്ചു പോകണം. രണ്ടെണ്ണം കിട്ടുന്നത്. അപ്പൊ ശരിക്കും ഗോഡിന് ഇന്റർവ്യൂൻ ചെയ്യാൻ ക്വാണ്ടം മെക്കാനിക്സ് സാധ്യത തുറന്നു തരുന്നുണ്ട് ഷാഹുല് പറയുമ്പോൾ, യഥാർത്ഥത്തിൽ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് അങ്ങനെ ഒരു ഇന്റർവെൻഷൻ ഉണ്ടെങ്കിൽ വി ഷുഡ് ബി ഏബിൾ ടു സീ ഇറ്റ് ഇൻ ദ ലാബോറട്ടറി എന്നുള്ളതാണ്. ക്വാണ്ടം ഫീൽഡ് തിയറി ശരിയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ദൈവത്തിന് ഇന്ററാക്ഷൻ ഇസ് ഇമ്പോസിബിൾ. ഇമ്പോസിബിൾ അല്ല, പോസിബിൾ ആണ്, ബട്ട് ദെൻ വി ഷുഡ് ബി ഏബിൾ ടു സീ ഇറ്റ് ഇൻ ദ ലാബോറട്ടറി. പക്ഷെ ഇതുവരെ നമ്മൾ എക്സ്പെരിമെന്റിൽ കണ്ടിട്ടില്ല. അപ്പൊ പക്ഷേ ആ ഒരു കൺക്ലൂഷൻ ഇവർ അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ അത് ഇന്ററാക്ഷൻ ഇമ്പോസിബിൾ ആണ്. ഇമ്പോസിബിൾ ഓക്കെ, ആയിരിക്കും. ദൈവത്തിന് ഉണ്ടാക്കൽ ഇമ്പോസിബിൾ ആണ്. ഉം. ആൻഡ് ക്വാണ്ടം ഫീൽഡ് തിയറി ഈസ് 100% കറക്റ്റ് വിചാരിക്കുക. അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗോഡിന് ഇന്ററാക്ഷൻ ഈസ് ഇമ്പോസിബിൾ. അതെ, ക്വാണ്ടം ഫീൽഡ് തിയറിയുടെ വെളിച്ചത്തിൽ വെറുതെ ദൈവത്തിന് ഇന്റർവ്യൂൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പറയാം. നമ്മുടെ വേൾഡ് ഫീൽഡ്സ് കൊണ്ട് നിർമ്മിതമാണെന്നാണ് ക്വാണ്ടം നമ്മുടെ ഇന്നത്തെ ഏറ്റവും മികച്ച അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഈ ഫീൽഡ്സുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്ന് പറയണം. ദൈവം ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യണമെന്നില്ല, എക്സ് എന്നുള്ളൊരു വഴി ഏതെങ്കിലും രീതിയിൽ ഇന്ററാക്ട് ചെയ്താലും മതി. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ബട്ട് സംഹൗ നമ്മുടെ വേൾഡിലുള്ള പാർട്ടിക്കിൾസിനെ അല്ല നമ്മുടെ വേൾഡിലുള്ള ഫീൽഡ്സിനെ ഏതെങ്കിലും രീതിയിൽ മാറ്റുകയോ അഫക്റ്റ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ ചെയ്യാനൊരു സാധ്യത ഉണ്ടെങ്കിൽ then we should be able to see it in the laboratory എന്നുള്ളതാണ്. ഷോൺ കാരോളിന്റെ ഒരു ആർഗ്യുമെന്റ് ആണിത്. ദൈവത്തെക്കുറിച്ചല്ല അദ്ദേഹം പറയുന്നത്, പുതിയ ഏതൊരു പാർട്ടിക്കിൾ കോൺഷ്യസ്നെസ് ആവാം, അതായത് ഫിസിക്കൽ അല്ലാത്ത എന്തും ആകാം. നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ട് എന്ന് ഫിസിക്കൽ അല്ലാത്ത എന്തെങ്കിലും ഉണ്ട്, സോൾന്നോ ഇപ്പൊ ദൈവമാകാം, ദൈവമാകാം, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ആകാം, ഇങ്ങനെ ഫിസിക്കൽ അല്ലാത്ത എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ അതിന് നമ്മുടെ ലോകത്തെ ഏതെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്യാൻ കഴിയും എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ലോകത്തിലുള്ള ഫീൽഡുമായിട്ട് ഇത് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നതെന്ന് പറയണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് അനുസരിച്ച് ഈ ഇന്ററാക്ഷൻ പോസിബിൾ ആണെങ്കിൽ വി ഷുഡ് ബി ഏബിൾ ടു സീ ഇറ്റ് ഇൻ ദ ലാബോറട്ടറി എന്നാണ്. വാട്ട് എവർ ദിസ് ഇസ്, ഫിസിക്കൽ ഓർ നോൺ ഫിസിക്കൽ, നിങ്ങൾ ഫിസിക്കൽ നിന്നാണോ നോൺ ഫിസിക്കൽ നിന്നാണോ ഇതിനെ വിളിക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന് ലാബോറട്ടറിയിൽ കാണാൻ കഴിയേണ്ടതാണ്. ഇനി ക്വാണ്ടം ഫീൽഡ് ഇതൊക്കെ തെറ്റിക്കൂടെന്ന് ചോദിക്കാം. ഓക്കെ, അതിനുള്ള സാധ്യതകളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം. അത് ശരിക്കും ഷോൺ കാരോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് അനുവദിക്കുന്നുണ്ട്, ഇന്റർവെൻഷനുള്ള സാധ്യത തുറന്നു തരുന്നുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ക്വാണ്ടം മെക്കാനിക്സ് ആ സാധ്യത കൊട്ടിയടക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പ്രൊഡിക്ഷൻ മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇന്റർവെൻഷൻ ഉണ്ടെങ്കിൽ വി ഷുഡ് ബി ഏബിൾ ടു സീ ഇറ്റ് ഇൻ ദ ലാബോറട്ടറി എന്ന കൃത്യമായിട്ടുള്ള പ്രൊഡിക്ഷൻ ക്വാണ്ടം മെക്കാനിക്സ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ എന്റെ റെഫറൻസും കൂടെ പറയാം. ഇത് ഈ ആർഗ്യുമെന്റിന്റെ ഡീറ്റെയിൽഡ് വേർഷൻ കാണണമെങ്കിൽ ഷോൺ കാരോളിന്റെ തന്നെ ചില ആർട്ടിക്കിൾസ് ഉണ്ട്. പക്ഷെ ഞാൻ വായിച്ചത് ബിഗ് പിക്ചർ എന്നുള്ള ബുക്കാണ്. പിക്ചർ വേറെയും സ്ഥലങ്ങളിൽ ഇദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഇതിന്റെ ഡീറ്റെയിൽസ് വായിക്കണമെങ്കിൽ, ഇപ്പൊ ഇതില് നമ്മൾ കണ്ടുപിടിക്കാത്ത പാർട്ടിക്കിൾസ് ഉണ്ടാവില്ല, അതിന് നമ്മളെ അഫക്ട് ചെയ്തുകൂടെ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസിന് ഈ പുസ്തകമോ അല്ലെങ്കിൽ ഷോൺ കാരോളിന്റെ ആർട്ടിക്കിൾസോ വായിച്ചു നോക്കാവുന്നതാണ്. ഷോൺ കാരോൾ തന്നെ പറഞ്ഞേക്കാം. ഷാവുല് മേക്ക് ചെയ്ത ഈ ചെറിയൊരു 5 മിനിറ്റ് ഗ്യാപ്പിൽ ഷാവുല് മേക്ക് ചെയ്ത എല്ലാ മിസ്റ്റേക്സും, ഒന്നാമത് എനിക്ക് തോന്നിയിരുന്നതാണ്. ഒന്നാമത് ക്വാണ്ടം മെക്കാനിക്സ് ആദ്യം റാൻഡംനെസ്സും ഇതും ഡിറ്റർമിനിസവും രണ്ടും ഉണ്ട്. പക്ഷെ ഈ രണ്ടും എങ്ങനെയാണ് ഗോഡിലേക്ക് എത്തുന്നത്? ഡിറ്റർമിനിസം മീൻസ് ഗോഡ്. ഈ ചാട്ടം എങ്ങനെ ചാടിയെന്ന് ഷാവുലിന് ഒരു പിടുത്തമില്ല, ജസ്റ്റ് ഒറ്റ ചാട്ടം. ഇനി റാൻഡംനെസ് ലീഡ്സ് ടു ഗോഡ്, ഇതെങ്ങനെയാണെന്ന് ട്രൈ ചെയ്തു, ഒരു ചെറിയൊരു അറ്റംപ്റ്റ് നടത്തിയതാ. മറ്റേ കോപ്പൻഹാഗൻ ഇന്റർപ്രിട്ടേഷൻ വഴി ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഗോഡിന് ഇന്ററാക്ട് ചെയ്യാൻ. പക്ഷെങ്കിൽ ഇപ്പൊ സെബാസ്റ്റ്യൻ കാണിച്ച പോലെ ആ വഴി എടുത്തു കഴിഞ്ഞാല് ദൈവം എന്താ ലാബില് ടെസ്റ്റ് ട്യൂബില് കിടക്കേണ്ടി വരും. ആക്സിലറേറ്റർ അല്ല, പാർട്ടിക്കിൾ ആക്സിലറേറ്റർ. അതെ, ടെസ്റ്റ് ട്യൂബിൽ അല്ല, പാർട്ടിക്കിൾ ആക്സിലേറ്ററിലാണ് ഒരു കുടുങ്ങിപ്പോയി ഗോഡ്. ഷാഹുലിന്റെ ഏത് വീഡിയോ കണ്ടു കഴിഞ്ഞാലും ഇത് കാണണോരെ മണ്ടന്മാരാക്കുക എന്നുള്ള രീതിയിലാണ്. ഇപ്പോ ഡിറ്റർമിനിസം വെച്ചിട്ട് ദൈവം ഉണ്ട് എന്ന് പറഞ്ഞു, വെറുതെ പറയാണ്, ചാട്ടാണ്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സ്
എന്താ ഗോഡ് ഇന്റർവീൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ലൈക്ക് ഒബ്സർവർ ഇന്റർവീൻ ചെയ്യണ്ടെന്ന് അവിടെ ഇന്റർവീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈക്ക് ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലായിരിക്കും. അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ടാവും. അത് പക്ഷേ ഓഡിയൻസിന് പറഞ്ഞ് ഷാഹുൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ദൈവം ആണ് ഈ ക്വാണ്ടം മെക്കാനിക്സിലെ ഓരോ പാർട്ടിക്കിൾസിനെയും ഏത് സ്ലിറ്റിലൂടെ പോണം എന്ന് നിർബന്ധിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഷാഹുൽ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഷാവുന്റെ ക്ലെയിം ഇതാണ്, ഏത്തീസ്റ്റുകൾക്ക് ആർക്കും സയൻസ് അറിയില്ല, ഏത്തീസ്റ്റുകൾ വിക്കിപീഡിയ നോക്കിയിട്ടാണ് വരുന്നത്. ഇത് കോൺഫിഡൻസില് എന്താ പറയാ 100-ൽ 110 ഷാവലിന്. 1+1 7 ആക്കിയ ഷാവലാണ്. നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യില്ല. അതെ, വട്ടത്തിലുള്ള ത്രികോണം. അതുപോലെ ഇപ്പൊ നമ്മള് ജസ്റ്റ് ലിസ്റ്റ് ചെയ്യണം. ലൈക്ക് ഇത് വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ് ഷാഹുൽ. നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1+1 7 വട്ടത്തിലുള്ള ത്രികോണം. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് എന്താ നമുക്ക് ദൈവത്തിന് ഉണ്ടാക്കാൻ പറ്റും. ഒരു പാർട്ടിക്കുലർ ആക്സിലറേറ്റർ മാത്രം മതി നമുക്ക് ദൈവത്തിന് ഉണ്ടാക്കാം.